ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഈ ചാനലിൽ ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് എന്ന് പറയുന്നതിന് തൊട്ട് ഈ ചാനലിൽ ആദ്യമായിട്ട് ഒരു സീരിയലിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. സീരിയൽ എന്ന് പറഞ്ഞതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അമ്മേ മൂകാംബികെ. ഇതിനകത്ത് ആക്ട്രസ്സായിട്ട് വന്നേക്കുന്നത് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ അമ്മേ മൂകാംബികെ. പേര് കേൾക്കുമ്പോൾ അറിയാം, ഒരു മിത്തോളജിക്കൽ സീരിയലാണ്. അതിനകത്ത് ദേവിയയുടെ സീരിയലാണ്. ദേവിയായിട്ട് വന്നത് ദീപ്തി IPS. ഞാൻ ഈ സീരിയൽ തുടങ്ങിയ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ ദീപ്തി IPS പരസ്പരത്തിനകത്തെ യൂട്യൂബ് ചാനലുണ്ട്. ഗായത്രി ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തതായതുകൊണ്ട് ഇതേപോലെ ഹോം പേജിൽ ഈ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കും. അങ്ങനെ ഇതുപോലെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഇതുപോലെ ഗായത്രി ചേച്ചി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഇതുപോലെ യൂട്യൂബിൽ വന്ന് കിടക്കുന്ന കണ്ട് അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് സൂര്യ TV പുതിയ സീരിയൽ വന്നിട്ടുണ്ട്, അമ്മേ മൂകാംബിക എന്നുള്ളത്. അപ്പോൾ ആ ചേച്ചി ആ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ റിവ്യൂവിനകത്തൂടെ കൂട്ടിച്ചേർക്കാം. അപ്പം ഈ ചേച്ചിയുടെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ അമ്മേ മൂകാംബികെ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗായത്രി ചേച്ചി ആ ദീപ്തി IPS എന്നുള്ള ഒരു പേര് ഒരു സീരിയൽ ഉണ്ടായതുകൊണ്ട്, പരസ്പരം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് എത്ര പോപ്പുലറായിട്ട് ഓടിയ ഒരു സീരിയലും കൂടെ അന്ന് നോക്കണം. ഞാൻ കുറച്ച് എപ്പിസോഡ് അത് കണ്ടിട്ടുണ്ട് പരസ്പരത്തിൻ്റെ. അതുകൊണ്ട് മാത്രം ഒന്ന് നോക്കിയ സീരിയലാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു 2 എപ്പിസോഡ് ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഇടുന്ന ഒരു റിവ്യൂ ആണിത്. എനിക്ക് ഈ സീരിയൽ കണ്ടിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗായത്രി ചേച്ചിയോടാണ്. എന്തിനായിരുന്നു ഈ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്തത്? കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യ TV ഒരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു സീരിയൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ സൂര്യ TVയുടെ കളർ ഗ്രേഡിങ് തന്നെ വളരെ മോശമാണ്, വളരെ മോശം. അപ്പോൾ എടുത്ത് നോക്കിയാൽ ഒരു പഴഞ്ച സ്റ്റൈലിലാണ് അവർ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനകത്തെ കളർ ഗ്രേഡിങ്ങും. ഞാൻ പണ്ടൊക്കെ സീരിയൽ കണ്ടിട്ടുണ്ട്. അതായത് എനിക്കൊന്ന് എൻ്റെ കൊച്ചു പെരുമാളിൽ ഞാൻ കണ്ടെന്ന് തോന്നുന്നു, ശ്രീജന്മം എന്ന് പറയുന്നൊരു സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ആലിപ്പഴം. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ കളർ ഗ്രേഡിങ് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ കളർ ഗ്രേഡിങ്, സിനിമയെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. ഞാൻ കണ്ടതിൽ ഇപ്പം നിലവിലുള്ളത് ഏറ്റവും ജയ ചാനലിന് ശേഷം ഏറ്റവും പന്ന കളർ ഗ്രേഡിങ് ഉള്ള ഒരു ചാനലാണ് സൂര്യ TV. അങ്ങനെ ഒരു ചാനലിൽ നിന്ന് വരുമ്പോഴേ അത് നോ എന്ന് പറയണമായിരുന്നു. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഭിപ്രായം പറയാം. പിന്നെ ഇതിൻ്റെ സീരിയലിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആൻ്റണി വർഗീസ് ആണ്. ആൻ്റണി വർഗീസ് പെപ്പെ അല്ല, ആൻ്റണി വർഗീസ്. അപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, പണ്ട് ഇപ്പം 2025 ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറി അല്ല. പണ്ടൊക്കെ ഇതുപോലത്തെ സ്റ്റോറിക്ക് നിലവാരം ഉണ്ടായിരുന്നു. അതായത് പണ്ട് പ്രവീണ ചേച്ചി ചെയ്ത ഒരു റോൾ ഉണ്ടായിരുന്നു, ദേവി മഹാത്മ്യം. ആ സമയത്തൊക്കെ ഓക്കെ. പക്ഷെ ഇപ്പം വരുമ്പോൾ ഇതുപോലത്തെ സീരിയൽ എത്ര ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇതിനകത്ത് കമൻറ്റിൽ പറയാൻ നല്ലതായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് ആയാലും കളർ ഗ്രേഡിങ് ആയാലും ഈ ഒന്നാമത്തെ വെറുപ്പിൽ ഈ സൂര്യ TV തന്നെയാണ് കളർ ഗ്രേഡിങ്. ഇപ്പോൾ ഈ സൂര്യയിൽ ടെലികാസ്റ്റ് ചെയ്ത സിനിമ എടുത്ത് നോക്കിയാലും, ഞാൻ ലിയോ തിയേറ്ററിൽ കണ്ട്, ഫോണിൽ കണ്ട്, OTT കണ്ട്, അതിനുശേഷം ഈ ഒരു സിനിമ നിങ്ങൾ സൂര്യയിലൊന്ന് കണ്ടു നോക്ക്, ആ പടമേ വെറുത്തു പോകും. അതേപോലെയാണ് ഇതിൻ്റെ ഗ്രേഡിങ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ അതിനകത്ത് TRP കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പ്രൈം ടൈമിലാക്കിയ സീരിയലാണ് ഈ അമ്മേ മൂകാംബിക. പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് 9:30 ടൈമിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് പ്രൈം ടൈം. അതിലാക്കിയിട്ട് പോലും ഇതിനകത്ത് ഓഡിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ശാന്തി കൃഷ്ണ ഒക്കെ ചെയ്തിട്ടുണ്ട്. ശാന്തി ചേച്ചിയൊക്കെ ഇതിനകത്ത് വന്ന് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടുകാരിയായിട്ട് കണ്ടാന്ന് തോന്നുന്നു. 2 എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. എനിക്ക് മതിയായി. ഞാൻ ഉറപ്പ് പറയാം, ഇത് ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ഒരു ഷൂട്ടിംഗ് ടൈം അറിയാമല്ലോ. ഒരു മാസത്തിൽ ഒരു 20 ദിവസത്തോളം ഒരു ഷൂട്ട് ചെയ്യണം. പിന്നെ ബ്രേക്ക് എടുക്കണം. പിന്നെ വേറെ ആരാണ്ടൊക്കെയോ വെച്ച് ഡബ് ചെയ്യണം. എന്തൊക്കെയോ ചുണ്ടനക്കം പോലും നോക്കത്തില്ല, ചുമ്മാ അങ്ങ് ടെലികാസ്റ്റ് ചെയ്യണം. ഇതാണ് സൂര്യ TVയിലെ കാര്യം എന്ന് പറഞ്ഞാൽ. ഒരു നിലവാരമില്ല. അപ്പം ഇത് ഞാൻ ഉറപ്പ് പറയാം, ഒരു 100 എപ്പിസോഡിനകത്ത് ഞാൻ ഉറപ്പ് പറയാം 100 എപ്പിസോഡ് പോലും ഇത് പൂർത്തിയാക്കത്തില്ല. ചിലപ്പം പൂർത്തിയായി അവരുടെ ഭാഗ്യം. പക്ഷേ പൂർത്തിയാക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു നിലവാരം വെച്ചിട്ട് പൂർത്തിയാക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഈ ഒരു 2025 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പണ്ടത്തെ ഓഡിയൻസ് അതായിരിക്കും. പക്ഷേ ഇപ്പം 2025 ഇതേപോലെ സോഷ്യൽ മീഡിയ ഇത്ര വളർന്നിട്ടില്ല. പണ്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേവി മഹാത്മ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊന്നും സോഷ്യൽ മീഡിയ വളർന്നിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്ര ഇത്രയായിട്ട് സ്ഥിതിക്ക് സൂര്യ TVയിൽ മാത്രം, പിന്നെ സൺ NSTയിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല. ഇത് ഒരു പ്രൊമോഷൻ ഫിഗറിന് വേണ്ടി മാത്രമാണ് അത് ദീപ്തി IPS, അതായത് ഗായത്രി ചേച്ചി എടുത്തിട്ടേക്കുന്നത്. അപ്പം പരസ്പരം എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയൽ കാണാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പരസ്പരം കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ 2013 തോന്നുന്നു, ഡിഗ്രി സെക്കൻഡ് ഇയർ.
ഞാൻ സീരിയൽ അന്നും കാണുന്നത് കുറവാണ്, ഇപ്പോഴും കാണുന്നത് കുറവാണ്. അന്ന് കുറച്ച് എപ്പിസോഡ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ താഴെ ഒരു വീട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നു പരസ്പരം 9 മണിക്ക് അങ്ങാണ്ടാന്ന് തോന്നുന്നു ടെലികാസ്റ്റ്. അപ്പോൾ 9 മണിക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു TV, ഞാൻ പരസ്പരം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതേപോലെ ഒരു ഇത് വെച്ചേക്കുന്നത് കുക്കറി ഷോയോ അതേപോലത്തെ എന്തോ ഇത് വെച്ചേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ച്, ഇതെന്തോ ഈ കുക്കറി ഷോ വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് കുക്കറി ഷോ അല്ല, സീരിയലാണെന്ന് പരസ്പരം. അപ്പോൾ ഞാൻ നോക്കിയാൽ കൊള്ളാമല്ലോ, എൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു മേക്കിങ് ഞാൻ വേറെ ഒരു സീരിയലൊന്നും കണ്ടിട്ടില്ല. പിന്നെ അത് തരം താഴ്ന്നു പോയി. അതായത് പുറയിലൊക്കെ ഫ്ലെക്സ് അടിച്ച് കയറ്റി, ദുബായിലാണെന്ന് അറിയിക്കാൻ വേണ്ടി ബുർജ് ഖലീഫയുടെ ഫ്ലെക്സൊക്കെ എടുത്ത് പുറകെ കെട്ടി അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സീനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ബോറാണ്. പിന്നെ ചില ഷോട്ട് അവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. കൂടുതൽ ഔട്ട്ഡോറിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വെറൈറ്റി ഷൂട്ടിംഗ് ആയിരുന്നു പരസ്പരത്തിൻ്റെ. അതൊക്കെ ഒന്ന് കാണാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ആ സീരിയൽ, പിന്നെ ആ ദീപ്തി IPS എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എല്ലാവർക്കും എനിക്ക് പോപ്പുലറായി എന്ന് പറഞ്ഞാൽ, ആദ്യം നോക്കുമ്പം ഇതേപോലെ പാവം പിടിച്ച ഒരു ക്യാരക്ടറായിട്ടാണ് അത് തുടക്കത്തിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് വന്നപ്പം ആ ക്യാരക്ടർ പോലീസിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ കാര്യം പറയുന്നതും, പിന്നെ ഇവരുടെ ക്യാരക്ടർ ഓരോന്നോരോന്നായിട്ട് വെളി വരാൻ തുടങ്ങി. ഇവർ IPS എടുക്കാൻ നിൽക്കുന്ന ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആണ് ഇത് എനിക്ക് ഒരു കുറച്ച് എപ്പിസോഡ് കാണാൻ തോന്നിയത്. അല്ലാതെ ആ ഒരു ഫാൻ ഫോളോയിങ് ഇപ്പോഴും ഗായത്രി ചേച്ചിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഫിഗർ മാത്രമാണ് ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത്. ഈ സീരിയലിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഗായത്രി ചേച്ചി പറഞ്ഞ ഇൻ്റർവ്യൂവിനകത്ത് ദീപ്തി ചേച്ചി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പരസ്പരം ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ കുറേ പേര് പരാതി എഴുതിക്കൊണ്ട് വന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും, അപ്പം അവർ അന്നേരമാണ് അറിയുന്നത് ഇല്ല സീരിയലിൻ്റെ ഷൂട്ടിംഗ് ആണെന്ന്. അപ്പോൾ അതേപോലെ ഇല്ല ഉദയനാട തരത്തിനകത്ത് മറ്റേ ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂ എടുക്കത്തില്ലയോ, അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് എൻ്റെ മകൻ്റെ IAS പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ലാലേട്ടന് ഇതുപോലെ ലെഫ്റ്റനൻറ്റ് കേണൽ കൊടുത്തതിൻ്റെ കൂട്ട് ദീപ്തി IPS ആയിട്ട് അഭിനയിച്ചതിന് ഭാരതരത്നം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ അമ്മയും മൂകാംബിയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്, മൂകാംബിയ വെച്ചാണ് ഷൂട്ടിങ്. അപ്പം ഇവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ വന്നിരുന്ന് ഇരിക്കുന്നുണ്ട്. ചിലവരൊക്കെ ദേവിയായിട്ടൊക്കെ വന്ന് തൊഴുതിട്ടുണ്ടെന്നൊക്കെയും, പിന്നെ എങ്കിൽ ട്രസ്റ്റുകാരാണെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു അമ്പലം കെട്ടി കൊടുക്കാവുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു രീതിയാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞ. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതിനാണ് എനിക്ക് പറയുന്നത് അറിയത്തില്ല. ഇത് കേൾക്കുമ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. മറ്റേ ഉദയണ്ണ താരത്തിനകത്ത് ശ്രീനിവാസൻ്റെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്, ട്രോളാൻ വേണ്ടിയുള്ള. അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സീരിയൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയത്. ഒരു നിലവാരം കുറഞ്ഞൊരു സീരിയൽ. അപ്പം നമുക്ക് കണ്ടറിയാം ഇനി എത്ര എപ്പിസോഡ് വരെ പോകണമെന്ന്. ഇപ്പോൾ എൻ്റെ ഒരു നിലവാരത്തിൽ 100 എപ്പിസോഡ് പോലും കൂടി വന്ന ഒരു 3-4 മാസത്തിനകത്ത് പാക്കപ്പ് 3 മാസം അതിൽ കൂടുതൽ ഇത് പോകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞതല്ല. സൂര്യ TV തന്നെയാണ് ഇതിൻ്റെ, നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു എടുത്ത് നോക്കിയാൽ മതി, ടെലികാസ്റ്റ് ചെയ്തിട്ട് എടുത്ത് നോക്കിയാൽ മതി ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും. പക്ഷേ അതും ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ നമ്മൾ നിങ്ങൾ ഇപ്പോഴും എടുത്ത് നോക്കുക. അത് എന്തോ ക്ലാരിറ്റിയോടെ ഏഷ്യാനെറ്റ് സീരിയലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാണാനെങ്കിലും ഒരു കഥ പറഞ്ഞില്ലാന്നെങ്കിലും കാണാനെങ്കിലും ഒരു ഇത് തോന്നണ്ടേ കളർ ഗ്രേഡിങ്ങിലോട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോശം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയും മൂകാംബിക സീരിയൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത്. ബൈ.